എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 3 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമുമായി ബന്ധപ്പെട്ടതാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായിരുന്നു യുസ്വേന്ദ്ര ചഹൽ. ചഹൽ RCB ടീമിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് ചഹൽ RCB ടീം വിട്ട് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിലേക്ക് ചേക്കേറുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചഹൽ RCB ടീമിലേക്ക് തിരിച്ചുവരാൻ പോവുകയാണ്. RCB ചഹലിനെ രാജസ്ഥാനിൽ നിന്നും ട്രേഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചഹലിന് വേണ്ടി ബംഗളൂരുവും രാജസ്ഥാൻ ടീം മാനേജ്മെന്റും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി എന്നാണ് റിപ്പോർട്ട്. ചഹൽ കൂടെ RCBയിൽ വന്നാൽ അത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. അടുത്ത അപ്ഡേറ്റ് പഞ്ചാബ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിരുന്നു യുവരാജ് സിംഗ്. T20യിൽ മികച്ച റെക്കോർഡുള്ള താരം വീണ്ടും IPLലേക്ക് വരാൻ പോവുകയാണ്. യുവരാജിന്റെ IPLലേക്കുള്ള തിരിച്ചുവരവിനായി ഒരുപാട് ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ IPLലേക്ക് യുവരാജും തിരിച്ചുവരാൻ പോവുകയാണ്. ഇത്തവണ യുവരാജ് പ്ലെയർ ആയിട്ട് ആയിരിക്കില്ല എത്തുന്നത്, മറിച്ച് കോച്ചായിട്ടായിരിക്കും IPLന്റെ ഭാഗമാകുന്നത്. പഞ്ചാബ് കിങ്സ് ടീമിന്റെ കോച്ചായിട്ട് യുവരാജ് എത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പഞ്ചാബിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ച താരം പഞ്ചാബിലെത്തിയാൽ അവർക്ക് അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ്. അവസാനത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. IPL 2024 ലേലത്തിൽ ചെന്നൈ സൂപ്പർ താരങ്ങളെ ആണ് ടീമിൽ എത്തിച്ചത്. ഡാരി മിച്ചൽ, ഷർദുൽ താക്കൂർ, രവീന്ദ്ര തുടങ്ങി മികച്ച താരങ്ങൾ ഇത്തവണയും ചെന്നൈ ടീമിനുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ചെന്നൈ ടീമിന് വമ്പൻ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. കാരണം ഓപ്പണിംഗിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ചെന്നൈയുടെ ഓപ്പണർ ഋതുരാജ് ഗൈക്വാദിന് പരിക്കാണ്. ഷോൾഡർ ഇഞ്ചുറി ഉള്ളകൊണ്ട് തന്നെ താരത്തിന് സൗത്ത് ആഫ്രിക്കൻ പരമ്പര നഷ്ടമായിരുന്നു. ഇപ്പോഴിതാ വരാനിരിക്കുന്ന IPL 2024 ആദ്യ കുറച്ച് മത്സരങ്ങൾ താരത്തിന് നഷ്ടമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 8 ആഴ്ചകൾ ഇനിയും IPL തുടങ്ങാൻ ബാക്കിയുണ്ടെങ്കിലും ഋതുരാജ് ചെന്നൈക്ക് വേണ്ടി ആദ്യ മത്സരത്തിൽ കളിക്കുമോ എന്ന് നോക്കി തന്നെ കാണാം. മികച്ച ഫോമിൽ കളിക്കുന്ന ഋതുരാജ് ചെന്നൈ നിരയിൽ ഇല്ലെങ്കിൽ അവർക്ക് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.